ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മെക്കാനിക്കൽ അമീസ് അക്കാഡമി മെക്കാനിക്കലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമുക്ക് PSC ഒരു മാസ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജനറൽ PSC എക്സാം ആണെങ്കിലും ടെക്നിക്കൽ PSC എക്സാം ആണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു പരീക്ഷകളാണ് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനെ കാണുന്നത്. എസ്പെഷ്യലി മെക്കാനിക്കൽ വിഭാഗം, പൊതുവെ എക്സാംസ് കുറവുള്ള ഒരു വിഭാഗമാണ് മെക്കാനിക്കൽ വിഭാഗം. ആ മെക്കാനിക്കൽ വിഭാഗത്തിന് ഒരുപാട് വാക്കൻസികൾ ഇത്തവണ നോട്ടിഫിക്കേഷനിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിലുള്ള വാക്കൻസീസ്, അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസി എന്തൊക്കെയാണ്, ഈ പോസ്റ്റുകളിൽ മുന്നേ എത്ര അഡ്വൈസ് പോയിരുന്നു, എത്രയാണ് കട്ട് ഓഫ് പോയിരുന്നത്, അങ്ങനെയുള്ള ചില ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് മാത്രമാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അതല്ലാതെ നല്ല ഉയർന്ന റാങ്കിലുള്ള പോസ്റ്റുകൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉള്ളത്. നമുക്ക് BTech ഗ്രാജുവേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹയർ വേക്കൻസീസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നും അതിന് മുന്നേ നടന്ന എക്സാംസ് അവൈലബിൾ ആയിരിക്കുന്നത് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ചിലതിൻ്റെ ഒന്നും അവൈലബിൾ അല്ല. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ എത്രയായിരുന്നു കട്ട് ഓഫ്, കഴിഞ്ഞ തവണ എത്ര പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു, ഈ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അവൈലബിൾ ആയിരിക്കുന്നത്. പക്ഷേ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കുമ്പോൾ പല പോസ്റ്റുകളുടെയും അപ്ഡേറ്റഡ് അല്ല PSC നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് അതൊരു അപ്ഡേറ്റഡ് ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് കൃത്യമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന വേക്കൻസി എത്രയാണെന്നുള്ളത് മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ അതിനെ മാത്രം ഒന്ന് ട്രസ്റ്റ് ചെയ്താൽ മതി, അതായിരിക്കും നമുക്ക് ബെറ്റർ. അപ്പോൾ എനിവേ, ഒരു വേക്കൻസി ഉള്ളൂ എന്നുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട. നമുക്ക് ഒരാൾക്ക് കയറാനായിട്ട് ഒരു വേക്കൻസി മതി, നമുക്ക് കയറാൻ ഒരു വേക്കൻസി മതി എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടെ ഇപ്പോഴേ പഠനം തുടങ്ങാനായിട്ടുള്ള ഒരു മോട്ടിവേഷനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതുവരെ വിളിച്ചിരിക്കുന്ന വേക്കൻസീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് PSC ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ കലണ്ടർ, അതായത് പ്രതീക്ഷിത എക്സാമിനേഷൻ കലണ്ടർ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അതായത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷം 2023 വിളിച്ച എല്ലാ നോട്ടിഫിക്കേഷൻ്റെയും ഏകദേശം എപ്പോഴായിരിക്കും എക്സാം എന്നുള്ളത്, അല്ലെങ്കിൽ ഇതുവരെ വിളിച്ച നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ എക്സാം എപ്പോഴായിരിക്കും എന്നുള്ളത്, ഏകദേശം ഒരു മാസം എത്രയായിരിക്കും എന്നുള്ളത് PSC ഓൾറെഡി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് PSCയുടെ സൈഡിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് പഠനം നടത്താനായിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു ടാർഗറ്റ് വെക്കാനായിട്ട് അത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ കലണ്ടറിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ മന്ത് ഏതാണെന്നും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരുപാട് പോസ്റ്റുകൾ, മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോസ്റ്റുകൾ PSC ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അതിൽ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 19 മുതൽ 44 വയസ്സ് വരെയാണ്. അതുപോലെ തന്നെ എലിജിബിൾ കാൻഡിഡേറ്റ്സിന് അതിൻ്റേതായിട്ടുള്ള റിലാക്സേഷൻസ് ഏജിൽ സാധാരണ നമുക്ക് അറിയാവുന്നതാണ്. ജനറലി 44 വയസ്സ് വരെ നമുക്ക് പറ്റും. കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റടിസ്ഥാനത്തിലൊക്കെ യോഗ്യരായിട്ടുള്ളവർക്ക് റിലാക്സേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷനായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ക്വാളിഫിക്കേഷനായിട്ട് SSLC ആണ് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ. അത് കൂടാതെ NTC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ്, അതുപോലെ തന്നെ NAC നാഷണൽ അപ്രൻറ്റീസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം എ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക് ഓർ ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ പോളിടെക്നിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് BTech ഗ്രാജുവേറ്റ്സിന് ഹയർ ഓപ്ഷൻ വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് വരും. ഇപ്പോഴത്തെയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പോളിടെക്നിക് ഡിപ്ലോമ എടുത്തുകൊണ്ട് അതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യേണ്ട ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ അത് മാറി ഡയറക്റ്റായിട്ട് നമ്മൾ BTech ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അപ്ലൈ നൗ, നമുക്ക് എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി PSC അത് നമുക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കൺഫ്യൂഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ഓൾറെഡി എലിജിബിൾ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ
ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 643/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക് അഗ്രികൾച്ചർ മെഷീനറി ആണ്. അപ്പോൾ അതിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് വരുന്നത് നമുക്കറിയാം. അതിൽ സ്കെയിൽ ഓഫ് പേ എല്ലാ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റുകളുടെയും സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 37,400 മുതൽ 79,000 വരെയാണ്. ഓക്കെ, സ്കെയിൽ ഓഫ് നിങ്ങൾ സ്റ്റാർട്ടിങ് കയറുന്ന സമയത്ത് നിങ്ങളുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് 37,400 പ്ലസ് അലവൻസുകൾ ചേർന്നിട്ടായിരിക്കും നിങ്ങൾക്ക് മൊത്തം ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും, നിങ്ങളെ PF അങ്ങനെയുള്ള പല ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ളൊരു സാലറി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എന്നാൽ പോലും അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് പറ്റുന്ന ഒരു സാലറിയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. നമ്പർ ഓഫ് വാക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ് കൂടുതലും കൊടുത്തത്, പ്രതീക്ഷിത ഒഴിവുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, അത് മേ ബി ഹയർ ആയിട്ട് വരാം അല്ലെങ്കിൽ ലോവർ ആയിട്ട് വരാം. ടെൻഡേറ്റീവ് മന്ത് ഇതിൻ്റെയൊക്കെ മിക്കവാറും ടെൻഡേറ്റീവ് മന്ത് സെപ്റ്റംബർ നവംബർ മാസങ്ങളാണ്. സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ 3 മാസത്തിലായിട്ട് ഏതെങ്കിലും മാസങ്ങളിൽ നടത്താമെന്നാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ ഒരു പഠനത്തിനൊരു ടാർഗറ്റ് വയ്ക്കുമ്പോൾ ഇനി ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന മന്ത് സെപ്റ്റംബർ തന്നെ ടാർഗറ്റാക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഓഗസ്റ്റിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ടാർഗറ്റാക്കി വെച്ചുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെൻഡേറ്റീവ് മന്താണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് ഈ ഒരു കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ലാസ്റ്റ് അഡ്വൈസ് പോയത് 2019 26/11/2019 ഡേറ്റ് ഓഫ് എക്സാം 30/8/2017 ടോട്ടൽ 4 അഡ്വൈസ് ആണ് പോയത്. ഓക്കെ, 4 അഡ്വൈസ് ആണ് പോയത്. ഓരോ കാറ്റഗറി വൈസ് ആയിട്ടുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ കോളത്തിൽ കാണാൻ പറ്റും. ഇത് നമ്മുടെ PSC സൈറ്റിൽ തന്നെയുള്ള ഒരു ഡീറ്റെയിൽസ് ആണ്. നെക്സ്റ്റ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ 658/2023 ദാറ്റ് ഈസ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക് ഡീസൽ ഇൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. അതാണ് അടുത്ത കാറ്റഗറി. അതിൽ ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസി സെയിം മന്ത് തന്നെയാണ് ഇതും പ്രതീക്ഷിക്കുന്നത്. ദെൻ ഇതിൽ ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് മെഷീനറിയുടെ നമുക്ക് അഗ്രികൾച്ചർ മെഷീനറി അത്ര ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല, അത് ഞാൻ അതുകൊണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു മെക്കാനിക് ഡീസൽ അത്യാവശ്യം നല്ലൊരു ട്രേഡാണ്. മെക്കാനിക് ഡീസൽ നമ്മുടെ IC എഞ്ചിൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് പ്രതീക്ഷിക്കാം. ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 570/2017 ആയിരുന്നു ലാസ്റ്റ് എക്സാമിൻ്റെ കാറ്റഗറി നമ്പർ. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വിത്ത് ഇഫക്റ്റ് ഫ്രം 9/6/2021 9/6/2021 മുതലാണ് അതിൻ്റെ ഇഫക്റ്റ്. ദെൻ കട്ട് ഓഫ് 56 ആയിരുന്നു ലാസ്റ്റ് ടൈമുള്ള കട്ട് ഓഫ് 56. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ 20 പേരെയാണ് അവർ ഉൾപ്പെടുത്തിയിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 20 പേരായിരുന്നു. ഇപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ജനറലി ഒരു സ്റ്റേറ്റ് വേർഡ് ആയിട്ടാണ് എപ്പോഴും വിളിക്കാറ്. പക്ഷേ ട്രേഡ്സ്മാൻ ഇതിന് തൊട്ട് മുന്നത്തെ ഇതിൽ ട്രേഡ്സ്മാൻ്റെ ഒരു എന്തുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഈ ട്രേഡ്സ്മാൻ ജനറലി സ്റ്റേറ്റ് വൈഡ് ആയിട്ടല്ല വിളിക്കാറ്, ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ടായിരുന്നു വിളിക്കാറുള്ളത്. ഇത്തവണ അവർ സ്റ്റേറ്റ് വൈഡ് ആക്കി മാറ്റി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വാക്കൻസീസ് അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു വാക്കൻസി പ്രതീക്ഷിക്കാം. എല്ലാ ജില്ലകളിലും ഇൻഡിവിജ്വലി വിളിച്ചിരുന്ന കമ്പൈൻഡ് വാക്കൻസി നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാം. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച്. ഇനി ഈ മെക്കാനിക് ഡീസലിൽ ലാസ്റ്റ് അഡ്വൈസ് പോയത് 27/4/2023 അതിൻ്റെ ഡേറ്റ് ഓഫ് എക്സാം 29/6/2021 ടോട്ടൽ 18 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 5 അഡ്വൈസ് ആയിരുന്നു അവർ പോയിരുന്നത്. ഓക്കെ, അപ്പോൾ അഗെയിൻ നിങ്ങൾക്ക് കാറ്റഗറി വൈസ് ആയിട്ടുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മനസ്സിലാക്കുക, 18 അഡ്വൈസ് പോയിട്ടുണ്ട്. വേക്കൻസീസ് എത്രയായിരുന്നു? വേക്കൻസി 20 പേരാണ് മെയിൻ ലിസ്റ്റിൽ പോയത്. അതിൽ 18 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ദെൻ ഇൻക്ലൂഡിങ് ഇതായിരിക്കും നമ്മുടെ ഈ സപ്ലിമെൻ്ററി ലിസ്റ്റ് അടക്കമാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 659/2023 ഫിറ്ററും അത്യാവശ്യം നല്ല ഒരു പോസ്റ്റാണ്. കഴിഞ്ഞ തവണ ഇതിന് അഗെയിൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സെയിം തന്നെയാണ്. എല്ലാ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റുകൾക്കും കോമൺ ആയിട്ടുള്ള ഇത് തന്നെയാണ്. ലാസ്റ്റ് അഡ്വൈസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ 569/2017 ആയിരുന്നു ലാസ്റ്റ് കാറ്റഗറി നമ്പർ. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 15/12/2020 ആയിരുന്നു. കട്ട് ഓഫ് 69.67 ആയിരുന്നു. കട്ട് ഓഫ് അത്യാവശ്യം നല്ല കട്ട് ഓഫ് തന്നെയാണ് വന്നത്. 85 പേര് മെയിൻ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡിനനുസരിച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. വർക്ക്ഷോപ്പ് സയൻസിൽ ഫിറ്ററിൻ്റെ ആ ഒരു ഭാഗമായിട്ട് ടൂൾസും കാര്യങ്ങളൊക്കെ വർക്ക്ഷോപ്പ് ടൂൾസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകുകയാണെങ്കിൽ നല്ല ഒരു റാങ്കിൽ തന്നെ പെടാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൽ അത്യാവശ്യം കോമ്പറ്റീഷനുള്ള ഒന്നാണ് ഫിറ്ററിൻ്റെ ഒരു പോസ്റ്റ്. ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റുകളിൽ ട്രേഡ് വൈസ് ആയിട്ട് അത്യാവശ്യം നല്ല കോമ്പറ്റീഷനുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഫിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കട്ട് ഓഫ് നോക്കിയാൽ തന്നെ കാണാം. 69.67 ആയിരുന്നു കട്ട് ഓഫ്. 85 പേര് എന്നിട്ട് മെയിൻ ലിസ്റ്റിലുണ്ട്. ഇനി
48 അഡ്വൈസ് പോയിട്ടുണ്ട്. അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ്. 48 അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 11/12/2020, വളരെ റീസെൻ്റ് ആയിട്ടാണ് ലാസ്റ്റ് അഡ്വൈസ് പോയത്. ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 35 പേരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറി 35 പേര് അഡ്വൈസ് പോയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് 660/2023, അതായത് ഓപ്പറേറ്റർ, പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്, ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്. ഓൾറെഡി വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്റർ ഒക്കെ നല്ല ഹെവി കോമ്പറ്റീഷൻ ആയിരുന്നു നമുക്കറിയാം. അതിനൊക്കെ പ്രിപ്പയർ ആയിട്ടിരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്. കാരണം പമ്പ് ഓപ്പറേറ്റർ നിങ്ങൾ പഠിച്ച ആ ഒരു സെയിം സിലബസ് ആ ഒരു രീതിയിൽ ഒന്നുകൂടെ പഠിക്കുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് ഈ ഒരു പോസ്റ്റിനുണ്ട്. അഗെയിൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സെയിം. ലാസ്റ്റ് അഡ്വൈസ്, ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 370/2017 ആയിരുന്നു കാറ്റഗറി. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2/3/2021 കട്ട് ഓഫ് ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, കട്ട് ഓഫ് വളരെ ഹൈ, കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. പക്ഷേ ആൾക്കാർ വളരെ കുറവായിരുന്നു കഴിഞ്ഞ അടുത്ത് നിന്ന്. ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് 13 പേരെ അതിൻ്റെ മെയിൻ ലിസ്റ്റിലുള്ളൂ. 73 കട്ട് ഓഫ് വന്നത്. അപ്പോൾ അതിനനുസരിച്ച് നല്ലൊരു കോമ്പറ്റീഷൻ ലെവൽ തന്നെ ഇപ്രാവശ്യം ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ 9 അഡ്വൈസ് ടോട്ടൽ പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 24/7/2023 ഓപ്പൺ കാറ്റഗറിയിൽ 9 അഡ്വൈസാണ് പോയിട്ടുള്ളത്. നെക്സ്റ്റ് 661/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ടേർണറിൻ്റെ പോസ്റ്റിലേക്ക് അഗെയിൻ സെയിം ഡീറ്റെയിൽ സെയിം. ലാസ്റ്റ് എക്സാം നടന്നത് 551/2017 കാറ്റഗറിയിലായിരുന്നു. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 30/3/2021 30/3/2021. കട്ട് ഓഫ് കുറവാണ്, 56.67. 47 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിരുന്നു. 56.67 കട്ട് ഓഫ്, 47 പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 24 അഡ്വൈസ് ആണ് പോയത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 11/10/2023 ഓപ്പൺ കാറ്റഗറിയിൽ 22 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. 47 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്, 22 പേർക്ക് അഡ്വൈസ് പോയിരുന്നു. ദെൻ കാറ്റഗറി നമ്പർ 663/2023 ദാറ്റ് ഈസ് മെഷീനിസ്റ്റ്. അഗെയിൻ വർക്ക്ഷോപ്പ് ടൂൾസൊക്കെ കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിക്കുന്ന ഒരു പോസ്റ്റാണ് മെഷീനിസ്റ്റിൻ്റെ പോസ്റ്റ്. ലെയ്ത്ത് കാര്യങ്ങളൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ ലാസ്റ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 549/2017 കാറ്റഗറിയിലാണ് ലാസ്റ്റ് എക്സാം പോയത്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 29/4/2021 കട്ട് ഓഫ് വന്നത് 68.67 അത്യാവശ്യം നല്ല കട്ട് ഓഫാണ് ഇതിൽ വന്നത്, 68.67. ആൻഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ മെയിൻ ലിസ്റ്റ് 34 പേരെ ഉൾപ്പെടുത്തിയ ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. 31 ടോട്ടൽ അഡ്വൈസ് അതിൽ പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ 26 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 30/11/2023 30/11/2023. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റൽ വർക്കറാണ്. അപ്പോൾ ഈ ഷീറ്റ് മെറ്റലിൻ്റെ പോസ്റ്റ് മുന്നേ ഒരിടയ്ക്ക് വിളിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കാം. ദെൻ ഇതിൽ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 78 കട്ട് ഓഫ്. ആ കട്ട് ഓഫ് നോക്കും, 44 പേര് മെയിൻ ലിസ്റ്റ് ഉണ്ട്, പക്ഷേ കട്ട് ഓഫ് വന്ന് 78 ആയിരുന്നു. 86/2019 കാറ്റഗറി. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 1/2/2022 1/2/2022. ദെൻ 21/5/2022 ലാസ്റ്റ് അഡ്വൈസ് പോയത്. ഓപ്പൺ കാറ്റഗറിയിൽ 5 അഡ്വൈസ് ആണ് പോയത്. ടോട്ടൽ 10 അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ 10 അഡ്വൈസിൽ 5 ഓപ്പൺ കാറ്റഗറിക്കാണ് പോയത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജൂനിയർ ഇൻസ്ട്രക്ടർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അപ്പോൾ നിങ്ങൾ ആ ട്രേഡിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചു പോയാൽ മതി. നമ്മുടെ നിമിയുടെ ബുക്കും ഭാരത് സ്കിൽസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കൊക്കെ നല്ലപോലെ ഒന്ന് പഠിച്ച് വൃത്തിയായിട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദിക്കാറ്. ഇത് ITAക്കാർ വിത്ത് സം എക്സ്പീരിയൻസ് എഴുതുന്ന ഒരു പോസ്റ്റും കൂടിയാണ്. അതുകൊണ്ട് അത്തരം ലെവലിലായിരിക്കും ചോദ്യങ്ങൾ. ദെൻ ഇതിൻ്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2/2017 ഇതിൻ്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 13/4/2021 കട്ട് ഓഫ് 61.67 മെയിൻ ലിസ്റ്റിൽ 28 പേര് ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 33 ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. 33 ടോട്ടൽ അഡ്വൈസ് ആണ് പോയത്. ദെൻ ലാസ്റ്റ് അഡ്വൈസ് പോയത് 6/10/2023 25 പേര് 25 അഡ്വൈസ് ഓപ്പൺ കാറ്റഗറിയിൽ പോയിട്ടുണ്ട്. 668/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രൈവർ കം മെക്കാനിക് ആണ്. അതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 8 ടോട്ടൽ അഡ്വൈസ് ആണ് പോയത്. 1 വേക്കൻസി സെറ്റ് അപ്പാർട്ട് ടു ബി ഫിൽഡ് ഇൻ ദ നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ് ഇന്ന്. അപ്പോൾ ഒരു വേക്കൻസി എന്തായാലും അടുത്ത റാങ്ക് ലിസ്റ്റ് ഇപ്പം നമ്മൾ നടത്താൻ പോകുന്ന എക്സാമിൽ നിന്ന് എന്തായാലും ഒരു വേക്കൻസി അവിടെയുണ്ട്. ദെൻ 21/4/2022 ലാസ്റ്റ് അഡ്വൈസ് പോയത്. 21/4/2021. ദെൻ ഓപ്പൺ കാറ്റഗറിയിൽ 13
അഡ്വൈസ് പോയിട്ടുണ്ട്. 654/2023 ഇൻഡസ്ട്രിയൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ മെക്കാട്രോണിക്സ് അറിയാലോ, ഇലക്ട്രോണിക്സും മെക്കാനിക്കലും കൂടെ ക്ലബ് ചെയ്ത് വരുന്നതാണ്. ഈ വാൽവുകളുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പലതരത്തിലുള്ള വാൽവുകൾ, അതിൻ്റെ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ ഈ മെക്കാട്രോണിക്സിൽ വിടും. അതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിൽ തന്നെ പഠിച്ചു പോകണം. അപ്പോൾ അതിൽ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 495/2015 ആയിരുന്നു ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 19/4/2018 കട്ട് ഓഫ് വളരെ കുറവാണ്, 49.33. മെയിൻ ലിസ്റ്റിൽ 18 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു അഡ്വൈസേ ആകെ പോയിട്ടുള്ളൂ. അത് 4/10/2018 ഓപ്പൺ കാറ്റഗറിയിലായിരിക്കും ആ അഡ്വൈസ് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇതിൽ ഒരു വേക്കൻസി നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടുത്താനായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അടുത്ത ഇപ്പോൾ നടത്താൻ പോകുന്ന എക്സാമിൽ ഒരു വേക്കൻസി എന്തായാലും നമുക്കിതിൽ പ്രതീക്ഷിക്കാം. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടർ ടൂൾ ആൻഡ് ഡൈ മേക്കർ. അപ്പോൾ ഇതിൽ 655/2023 കാറ്റഗറി നമ്പർ. ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 571/2017 ആയിരുന്നു ലാസ്റ്റ് എക്സാം കാറ്റഗറി നമ്പർ. റാങ്ക് ലിസ്റ്റ് 11/8/2021 നിലവിൽ വന്നത്. കട്ട് ഓഫ് 41.67 ആയിരുന്നു. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 36 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 9 ടോട്ടൽ അഡ്വൈസാണ് പോയത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 24/7/2023 10 പേര് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. ദെൻ 674/2023 വുഡ് വർക്ക് ടെക്നീഷ്യൻ. അധികം നമ്മളങ്ങനെ നടത്താത്തൊരു എക്സാമാണ് അല്ലേ ഈ വുഡ് വർക്ക് ടെക്നീഷ്യൻ. അതുകൊണ്ട് തന്നെ വലിയ ഡീറ്റെയിൽസ് അതിൻ്റെ അവൈലബിൾ അല്ല. ഈ ഒരു കാറ്റഗറിയിൽ വുഡ് വർക്ക് ടെക്നീഷ്യൻ്റെ പ്രീവിയസ് ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല. എന്തായാലും ആ ഒരു കാറ്റഗറി കാർപ്പൻറ്റർ ആ ഒരു ലെവലിലെ സിലബസ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. വുഡ് വർക്ക് എന്നുള്ള ആ ടൂൾസും കാര്യങ്ങളൊക്കെ നല്ലപോലെ എന്തായാലും പഠിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ മെക്കാനിക്കൽ കാൻഡിഡേറ്റ്സിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ തന്നെയായിരിക്കും വരിക. നിങ്ങൾ ബിടെക് കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഡിപ്ലോമ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും എലിജിബിൾ NTC NCA കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അത് അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് തന്നെയായിരിക്കും ഡയറക്റ്റ് ആയിട്ട് വരിക. ഹയർ കൊടുത്ത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ദെൻ നെക്സ്റ്റ് ഇനി എന്തൊക്കെയാണ് മറ്റ് പോസ്റ്റുകൾ വിളിച്ചത് ജൂനിയർ ഇൻസ്ട്രക്ടർ അല്ലാതെ വിളിച്ചിരിക്കുന്നത്? ഇത് ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. 309/2023 സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്ക് സൂപ്രണ്ട് ഇൻ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ. ഇതിൽ സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. 26,500 മുതൽ 60,700 ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ. നമ്പർ ഓഫ് വേക്കൻസീസ് ഇത് ജില്ലാടിസ്ഥാനത്തിൽ വിളിക്കുന്നതാണ്. ഇടുക്കിയിൽ ഒരു വേക്കൻസി, എറണാകുളത്ത് ഒരു വേക്കൻസി, പാലക്കാട് ഒരു വേക്കൻസി, കാസർഗോഡ് ഒരു വേക്കൻസിയാണുള്ളത്. ഇതിൻ്റെ എക്സാം ഓൾറെഡി ഡേറ്റ് വന്നിട്ടുണ്ട്. 28/2/2024 ബുധനാഴ്ച രാവിലെ 7:15 മുതൽ 9:15 വരെ ആയിരിക്കും എക്സാം. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ ടിക്കറ്റ് മറക്കാതെ എടുക്കുക. 14/2/2024 മുതൽ നിങ്ങൾക്കത് അവൈലബിൾ ആയിരിക്കും. ആ അഡ്മിഷൻ ടിക്കറ്റ് അത് മറക്കാതെ എടുത്ത് എക്സാം എഴുതുക. അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ജില്ലയിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുക. ഒരു പ്രൊമോഷനൊക്കെ ആവുന്നത് വരെ ആ ജില്ലയിൽ തന്നെ നിങ്ങൾ തുടരേണ്ടതായിട്ട് വരും. മിക്കവാറും ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ആ ജില്ലയിലൊക്കെ തന്നെയായിരിക്കും വരിക. ജില്ലാടിസ്ഥാനത്തിലുള്ള പോസ്റ്റുകളുടെ ഒരു പ്രത്യേകത അതാണ്. നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ജില്ലയിൽ തന്നെയായിരിക്കും നിങ്ങളുടെ പോസ്റ്റിങ്ങും ട്രാൻസ്ഫറും എല്ലാതും. നെക്സ്റ്റ് 688/2023 ഫിറ്റർ ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ജലഗതാഗത വകുപ്പ്. അതിലെ ഫിറ്റർ ഗ്രേഡ് 2 ആണ് വിളിച്ചിരിക്കുന്നത്. 25,100 മുതൽ 57,900 വരെയാണ് ഇതിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് 2 ഇപ്പോൾ റിപ്പോർട്ടഡ്. 2 ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ NTC ആണ്, ഫിറ്റർ അല്ലെങ്കിൽ ഇക്വൽ. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന് പഠിക്കുന്ന അതേ സിലബസ് തന്നെയായിരിക്കും ഏകദേശം ഇതിലും ഉണ്ടായിരിക്കുക. ദെൻ ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ മന്ത് എന്ന് പറയുന്നത് ഏപ്രിൽ ജൂൺ മാസങ്ങളിലായിട്ട് ഇതിൻ്റെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 253/2017 ലാസ്റ്റ് എക്സാം കാറ്റഗറി. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 5/2/2020 കട്ട് ഓഫ് 65.33 ആയിരുന്നു വന്നത്. ഫിറ്ററിൻ്റെ പോസ്റ്റുകളൊക്കെ അത്യാവശ്യം നല്ല കട്ട് ഓഫ് വരും. ദെൻ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 52 പേരെ അവർ ഉൾക്കൊള്ളിച്ചിരുന്നു. ദെൻ അഡ്വൈസ് നോക്കുകയാണെങ്കിൽ 13 അഡ്വൈസ് ടോട്ടലി പോയിരുന്നു. 27/2/2023 ലാസ്റ്റ് അഡ്വൈസ് പോയത്. ഓപ്പൺ കാറ്റഗറിയിൽ 21 അഡ്വൈസാണ് പോയത്. ദെൻ 632/2023 ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ്. നമ്മൾ ഒരുപാട് എന്താ പറയുക നല്ലൊരു കാറ്റഗറിയുള്ള ഒരു ജോബാണ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് വരിക. നമ്മളിപ്പോൾ ഓൾറെഡി എഴുതിയിരിക്കുന്ന
വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അതിൻ്റെ മുകളിലുള്ള പ്രൊമോഷൻ പോസ്റ്റാണ് ഈ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ബിടെക് ലെവൽ എക്സാം ആയിരിക്കും. ബിടെക് ലെവൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് എക്സാം ആയിരിക്കും ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1ൻ്റെ എക്സാം. ഗസറ്റഡ് പോസ്റ്റ് ആണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ അതേ സ്കെയിലാണ് ഈ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1-ന് 55,200 മുതൽ 1,15,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ. അപ്പോൾ നിങ്ങൾ സർവീസിൽ കയറുന്ന സമയത്ത് നിങ്ങളുടെ ബേസിക് പേ എന്ന് പറയുന്നത് 55,200 ആയിരിക്കും. ദെൻ നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ നിലവിൽ 1 റിപ്പോർട്ടഡ് ആയിരിക്കുന്നത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്സ് ഇൻ ദ ഫൈനൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ. അഗ്രഗേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 60% താഴെ പോകാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് CGPA ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇക്വാലൻ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്ത് നോക്കുക 60% മേലെയാണോ എന്നുള്ളത്. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് ഇതിൻ്റെ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. PSC കലണ്ടർ പ്രകാരം ജൂലൈ സെപ്റ്റംബർ മാസത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ലാസ്റ്റ് എക്സാം നടന്നത് 001/2017. ഇതാണ് കാറ്റഗറി നമ്പർ. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് 16/5/2029 നിലവിൽ വന്നു. 64.33 കട്ട് ഓഫ്. 29 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് ശ്രദ്ധിക്കുക. ബിടെക് ലെവൽ എക്സാം ആണെങ്കിൽ കട്ട് ഓഫ് അത്യാവശ്യം നല്ലപോലെ വന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കാം. ദെൻ ലാസ്റ്റ് 17 അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അഡ്വൈസ് പോയത് 18/4/2023 ഓപ്പൺ കാറ്റഗറിയിൽ 10 അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് എക്സാം നടന്നത് 16/5/2019. ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. കാറ്റഗറി നമ്പറൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ദെൻ കാറ്റഗറി നമ്പർ 676/2023 ഡെപ്യൂട്ടി മാനേജർ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പോസ്റ്റ് തന്നെയാണോന്ന് അറിയാത്ത പോസ്റ്റുകളാണ് ഇതൊക്കെ. ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്. പ്രീവിയസ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് അധികം അവൈലബിൾ അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. 35,700 മുതൽ 75,600. നമ്പർ ഓഫ് വേക്കൻസി 1. ക്വാളിഫിക്കേഷൻ ബിടെക് മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ രണ്ടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സിലബസിൽ ഇത് രണ്ടും പ്രതീക്ഷിക്കാം. പക്ഷേ ബിടെക് ലെവലാണ്, അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കലിൽ നിന്നും മെക്കാനിക്കലിൽ നിന്നും ബിടെക് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് ഇതിൻ്റെ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ അടുത്ത ഒരു പോസ്റ്റാണ് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ERA. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 51 A ലെവലിന് തൊട്ട് താഴെ 51,400 മുതൽ 1,10,300 അതിൻ്റെ സ്കെയില്. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്, സ്റ്റേറ്റ് വൈഡ് വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്, ജനറൽ ഗ്രാജുവേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ എല്ലാ ഗ്രാജുവേറ്റ്സിനും എഴുതാൻ പറ്റുന്ന ഒരു ജനറൽ എക്സാം പോലെയാണത്. ദെൻ പക്ഷേ ബിടെക്കാർക്കും എഴുതാൻ പറ്റും, അതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലായിരിക്കും ഇതിൻ്റെ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ഒരു ജനറൽ PSC പോലെ ആയിരിക്കും, ഗ്രാജുവേറ്റ് ലെവൽ എക്സാം പോലെ ആയിരിക്കും ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഒന്ന് ശ്രദ്ധിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ എയുടെ സ്കെയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ സ്കെയിൽ 55 ആണെങ്കിൽ ഇവിടെ 56,500. നമ്മൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനേക്കാൾ 2 പോസ്റ്റ് ഉയർന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ. നല്ല ഉത്തരവാദിത്തമുള്ളൊരു പോസ്റ്റാണ്, നല്ല പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ നല്ല കോമ്പറ്റീഷൻ നമുക്കിതിൽ പ്രതീക്ഷിക്കാം. 3 വേക്കൻസിയാണ് ഇതിൽ ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇത് എ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഫ്രം ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ ജൂലൈ ടു സെപ്റ്റംബർ. അപ്പോൾ ഇതിൽ ഒരുവിധപ്പെട്ട എല്ലാ ബ്രാഞ്ചുകാരും ഉണ്ടായിരിക്കും. എല്ലാ ബ്രാഞ്ചുകാരിലുള്ള കോമ്പറ്റീഷനാണ്. വിത്ത് ബിസിനസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് MBA ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ എല്ലാ ബ്രാഞ്ചിൻ്റെയും പഠിക്കാനുണ്ടായിരിക്കും. അതായത് മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ കൂടാതെ ഈ പറഞ്ഞ ബിസിനസ് മാനേജ്മെൻറ്റ് സബ്ജക്റ്റുകളും കൂടെ ഉൾപ്പെടുത്തിയ ഒരു വലിയൊരു സിലബസ് ആയിരിക്കും ഈ ഒരു പോസ്റ്റിനുണ്ട്. അത്രയും ഉത്തരവാദിത്തമുള്ളൊരു പോസ്റ്റാണ്, നല്ലൊരു വലിയൊരു ലെവലിലുള്ള പോസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് അത്രയും ഒരു സിലബസ് പ്രതീക്ഷിക്കാം. പക്ഷേ ശ്രദ്ധിക്കുക, ഇതിനും കോമ്പറ്റീഷനുള്ള പോസ്റ്റാണ് ഇതൊക്കെ. IOയ്ക്ക് കയറാൻ തന്നെ ഇത്ര കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് കയറാൻ അത്ര കോമ്പറ്റീഷൻ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2/2015 കാറ്റഗറി നമ്പർ. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 21/12/2018. കട്ട് ഓഫ് വളരെ ഒബ്വിയസ്ലി അത്രയും വലിയൊരു പോസ്റ്റ് ആകുമ്പോൾ, നല്ല വലിയ സിലബസ് ആകുമ്പോൾ കട്ട് ഓഫ് കുറച്ച് കുറവായിരിക്കും. 38. 22 പേരെ അവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. ലാസ്റ്റ് എക്സാം നോക്കുമ്പോൾ 4 അഡ്വൈസാണ് ടോട്ടലി പോയത്. 12/10/2020 ലാസ്റ്റ് അഡ്വൈസ് പോയത്. ഓപ്പൺ കാറ്റഗറിയിൽ 1 അഡ്വൈസാണ് പോയിട്ടുള്ളത്.
നെക്സ്റ്റ് ടെക്നിക്കൽ സൂപ്പർവൈസർ 693/2023 ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 18,290 32,500 മേ ബി റിവൈസ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഇത്തരം കമ്പനി ബോർഡ് കോർപ്പറേഷനിലൊക്കെ കൂടുതലും ബേസിക് പേ കുറച്ച് വെച്ചുകൊണ്ട് ആനുകൂല്യങ്ങളായിരിക്കും കൂടുതൽ. അപ്പോൾ ബേസിക് പേ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ശമ്പളം എത്രയേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതിനേക്കാൾ താഴെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട. ഈ ആനുകൂല്യങ്ങളൊക്കെ കൂടുമ്പോൾ അത്യാവശ്യം നല്ലൊരു സാലറി ഉണ്ടായിരിക്കും. നമ്പർ ഓഫ് വേക്കൻസീസ് 1 പറഞ്ഞിരിക്കുന്നത്. ടെൻഡേറ്റീവ് മന്ത് ഒക്ടോബർ ടു ഡിസംബർ ആണ്. ഒക്ടോബർ-ഡിസംബർ മാസങ്ങളിൽ ഏതെങ്കിലും മാസത്തിൽ അതിൻ്റെ എക്സാം പ്രതീക്ഷിക്കാം. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അഗെയിൻ നേരത്തെ നമ്മൾ ഇതേ കമ്പനിയിലൊരു പോസ്റ്റ് കണ്ടിരുന്നു, അതിനും ഡിപ്ലോമ, അതിൽ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ആയിരുന്നു. ഇവിടെ ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്നിക്കൽ സൂപ്പർവൈസറാണ് പോസ്റ്റ്. അപ്പോൾ 5 years എക്സ്പീരിയൻസ് ഇതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇത് യോഗ്യതയുള്ളവർ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ക്വാസി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനോ റെക്കഗ്നൈസ്ഡ് കമ്പനിയിൽ 5 കൊല്ലത്തെ എക്സ്പീരിയൻസും കൂടെ ഇതിൻ്റെ കൂടെ വേണം. ഡിപ്ലോമ പ്ലസ് എക്സ്പീരിയൻസ് ആണ് ഈ പോസ്റ്റിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അവർ ഫൈനലി അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കാറ്റഗറി നമ്പർ 600/2023 ട്രേസർ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ. ഇത് മുന്നേ എക്സാം നടന്നിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 ഈ ട്രേസർ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഗ്രേഡ് 3 ഓവർസിയർ ഗ്രേഡ് 3 ലെവലൊക്കെയാണ് ട്രേസർ എന്ന് പറയുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ഈ ജില്ലകളിലൊക്കെ വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആ തുടക്കത്തിലുള്ള സ്റ്റേറ്റ് വൈഡ് മാത്രം അപ്ലൈ ചെയ്യാതെ അതിൻ്റെ കുറച്ച് അടിയിലായിട്ട് ജില്ലാടിസ്ഥാനത്തിലുള്ള ഡിസ്ട്രിക്റ്റ് വൈസ് ജനറൽ ഒരു കാറ്റഗറി ഉണ്ടായിരിക്കും, ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു കോളം ഉണ്ടായിരിക്കും. അതും കൂടെ ഒന്ന് തുറന്നു നോക്കുക. അതിലും നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റാണ് ഈ കാണുന്നത്. ടെൻഡേറ്റീവ് മന്ത് എന്ന് പറയുന്നത് ഒക്ടോബർ-ഡിസംബർ മാസങ്ങളിലായിട്ടാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ എക്സാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒരുപാട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. SLC പ്ലസ് എനി ഓഫ് ദി ഫോളോയിങ് ഡ്രാഫ്റ്റ്മാൻ കോഴ്സ്, മെക്കാനിക്കൽ. അപ്പോൾ ഡ്രാഫ്റ്റ്മാൻ കോഴ്സൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബിടെക് ഗ്രാജുവേറ്റ്സിനും ഇത് അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. സെക്കൻഡ് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഓർ മെക്കാനിക്കൽ. അപ്പോൾ സിവിൽ മെക്കാനിക്കൽ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കാം. ദെൻ ITI ഡ്രാഫ്റ്റ്മാൻ, അങ്ങനെ ഒരുപാട് വേക്കൻസീസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ഇതിൽ പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് ജില്ലാടിസ്ഥാനത്തിലുള്ളത് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 2, ഇടുക്കി 3, ആലപ്പുഴ 2, തൃശ്ശൂർ 1, കോട്ടയം 2, മലപ്പുറം 1, പാലക്കാട് 1, കണ്ണൂർ 1. അത് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് അല്ലെങ്കിൽ കേൾവി ശക്തി കുറവുള്ളവർക്കുള്ള ഒരു വേക്കൻസി ആയിരുന്നു. അതിൽ ആളെ കിട്ടാത്തത് കൊണ്ട് അത് പെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. കൊല്ലം 1, കോഴിക്കോട് 1. ഇത്രയാണ്. ഇപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് പോയത് കൊല്ലം കോഴിക്കോടും 18, 19 കൊല്ലങ്ങളിലാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ 2021-22 വർഷങ്ങളിലായിട്ടാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാലത്തെ വേക്കൻസീസ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനിൽ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് 713/2023 നമ്പർ ഓഫ് വേക്കൻസീസ് കൊല്ലത്താണ് ഒരു വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ്. ദെൻ ടെൻഡേറ്റീവ് മന്ത് എന്ന് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ ആണ്. തിരുവനന്തപുരം, ആലപ്പുഴ ഈ സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ട് ഇതിൻ്റെ വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. നോ ഇതും ഒരു SSLC അതുപോലെ തന്നെ KGTE KGCE ഒക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് മെക്കാനിക്കലും സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇതും മിക്സ് തന്നെയായിരിക്കും. നെക്സ്റ്റ് ഇതും ഡീറ്റെയിൽസ് ഓഫ് അഡ്വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അഡ്വൈസ് പോയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. കോട്ടയം, മലപ്പുറം, ആലപ്പുഴ, തൃശ്ശൂർ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വേക്കൻസി റിപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഇത് ഇപ്പോഴും സ്റ്റേറ്റ് വൈഡ് അല്ല, ഡിസ്ട്രിക്റ്റ് വൈസ് ആണ്. അതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ് ഡിസ്ട്രിക്റ്റിൽ പെൻഡിങ് ആയിട്ടുള്ള വേക്കൻസി ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എളുപ്പം കിട്ടാൻ ഇപ്പോൾ കുറച്ച് അകലെയുള്ള ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഒന്നും കൂടെ എളുപ്പമുണ്ടായിരിക്കും, കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷേ നിങ്ങളുടെ പോസ്റ്റിംഗ് അവിടെ ആയിരിക്കും, നിങ്ങൾക്ക് ട്രാൻസ്ഫറൊക്കെ ആ ജില്ലകൾക്കുള്ളിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ അകലെ പോയി വർക്ക് ചെയ്യാൻ കുഴപ്പമില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഏത് ജില്ലയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതർവൈസ് നിങ്ങളുടെ സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ള വേക്കൻസി. അപ്പോൾ ഇത്രയും വേക്കൻസീസ് മെക്കാനിക്കൽ ഗ്രാജുവേറ്റ്സിനെ അല്ലെങ്കിൽ മെക്കാനിക്കൽ ലാസ്റ്റൊക്കെ പറഞ്ഞത് ITI സ്റ്റുഡൻസിനെയും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. ഇനി അമേസ് മെക്കാനിക്കലിൽ ഇപ്പോൾ നമ്മൾ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ഒരു ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ആ ടെലഗ്രാം ചാനലിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് അത് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ വരുന്ന നോട്ടിഫിക്കേഷൻസോ പുതിയ ന്യൂസുകളും മെക്കാനിക്കലിൻ്റെ പല ക്വസ്റ്റ്യൻസുകളും ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ
ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ t.me അമേസ് മെക്കാനിക്കൽ എന്നുള്ള ഒരു നെയിം നിങ്ങൾ സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ചാനലിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മെക്കാനിക്കലിൽ അല്ലെങ്കിൽ മെക്ക് സിവിൽ ആയിട്ട് ക്ലബ് ചെയ്ത് വരുന്ന പല പോസ്റ്റുകളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് വിളിക്കാൻ പോകുന്ന ട്രേസർ, സോയിൽ സർവേ കൺസർവേഷൻ, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ട്രേസർ, ഇതൊക്കെ മെക്ക് സിവിൽ ബ്രാഞ്ചുകാർക്കൊക്കെ ഒരുമിച്ച് വരുന്നതാണ്. അപ്പോൾ ITI ലെവലിലൊക്കെയുള്ള മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ യൂട്യൂബിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാം. പിന്നെ മാത്രമല്ല, ഒരു ഹ്യൂജ് കളക്ഷൻ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് PSC മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹ്യൂജ് കളക്ഷൻ, അതിൻ്റെ ഫൈനൽ ആൻസർ കീയും PSC സൈറ്റിൽ നിന്ന് തന്നെ കിട്ടിയ കളക്ഷൻ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും പ്രീവിയസ് ഇയർ അവൈലബിൾ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫൈനൽ കീ ആൻസർ അവൈലബിൾ ആണെങ്കിൽ അതും നിങ്ങൾക്ക് പ്രൊവൈഡഡ് ആയിരിക്കും. അപ്പോൾ ഇത്തരം സ്റ്റഡി മെറ്റീരിയൽസും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ കണ്ടൻസൊക്കെ ഈസി ആയിട്ട് കിട്ടാൻ, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കൂടുതലും ഈ സിവിൽ മെക്കാനിക്കൽ വരുന്നതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ തരാൻ തന്നെയാണ്, മെക്കാനിക്കലിൻ്റെ ഭാഗം കണ്ടൻറ്റ് ഫ്രീ ആയിട്ട് തരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് യൂട്യൂബിൽ കൂടെ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടൻറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ന്യൂസ് കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ ഈ ഒരു 2024. ഈ വരുന്ന എക്സാമുകളൊക്കെ നല്ലൊരു വിജയം തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഈ ടെലഗ്രാമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി, ലിങ്കുകളെല്ലാം കൊടുക്കും. അതിൽ കയറി ജോയിൻ ചെയ്യുക. ദെൻ ഈ ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. നന്നായിട്ട് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. ടാർഗറ്റ് കൃത്യമായിട്ട് വെക്കേണ്ടത് എപ്പോഴാണെന്ന് PSC തന്നെ നമ്മളോട് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ടാർഗറ്റ് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉന്നത വിജയം നിങ്ങൾക്ക് എന്തായാലും കിട്ടാതെ പോകില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വിഷസ്. താങ്ക് യു.